വെൽക്കം ബാക്ക് ടു ഷീനുസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ലൊരു ബ്രാല് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്രാലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനെഗർ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, വലിയ ജീരകം ഇതെല്ലാം കൂടി അരച്ച് വെച്ചതാണ് കേട്ടോ. അത് ഞാൻ ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ അരമണിക്കൂർ നേരമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഇനി ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരിവുള്ളത് കാരണമാണ് കേട്ടോ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ നോക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിത് ഒരു 3/4 ഭാഗത്തോളം ഇതിൽ പാനിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇനി നമുക്കൊരു മറ്റൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ, വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത്, അത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വേപ്പില 1-2 പ്രാവശ്യം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കട്ടാക്കി വെച്ച ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടാണ് ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പകുതി മുക്കാലും വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചോപ്പ് ചെയ്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ നന്നായി വെന്തുടങ്ങിയ ശേഷം മസാല ചേർത്ത് കൊടുക്കണേ. കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ, ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, എരിവില്ലാത്തത്. അപ്പം മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മളിതൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ കറിയൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രാലിൻ്റെ കറിയാണ് കേട്ടോ അത്. ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് അധികം വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രാലിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണിത്. ബ്രാലൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.